നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇമോഷണൽ നംബ്നെസ് അല്ലെങ്കിൽ വികാര ശൂന്യത അല്ലെങ്കിൽ മനസ്സ് മരവിച്ചു പോകൽ എന്ന വിഷയത്തെ പറ്റിയാണ്. എന്ന് വെച്ചാൽ യാതൊരു വികാരങ്ങളും ഫീൽ ചെയ്യപ്പെടാത്ത ഒരു അവസ്ഥ. എന്ന് വെച്ചാൽ ദേഷ്യം, സങ്കടം, നിരാശ, സന്തോഷം, വാശി, വൈരാഗ്യം എന്നിങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള വികാരങ്ങളും ഇല്ലാതെ ആകുന്ന ഒരവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞ ഇമോഷണൽ നംബ്നെസ് എന്ന് പറയുന്ന പ്രത്യേകമായ അവസ്ഥ. ചില മരണ വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ, ചിലർ വല്ലാതെ അലമുറയിട്ട് കരയുന്നു, നിലവിളിക്കുന്നു, തേങ്ങിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങൾ അവിടെ പ്രകടമാകുന്നത് നമുക്ക് കാണാം. എന്നാൽ ഈ മരണപ്പെട്ട ആളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടപ്പെട്ട ഒരാൾ, ഭാര്യയാവാം, ഭർത്താവാം, അങ്ങനെ ആരുമാവാം, ആ ഒരാൾ ഈ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും ഇല്ലാതെ ഒരു തരം മരവിപ്പിൽ എങ്ങോട്ടോ ദൃഷ്ടി പായിച്ച് ഇരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അത് മരണപ്പെട്ടയാൾ പ്രത്യേകിച്ച് പ്രായമൊന്നും ആകാതെ അപ്രതീക്ഷിതമായി മരണപ്പെട്ടതാണെങ്കിൽ പ്രത്യേകിച്ചും ആ ആളുടെ മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മനസ്സ് മരവിച്ചു പോകൽ അല്ലെങ്കിൽ വികാര ശൂന്യത എന്ന് പറയുന്നത്. എന്നാൽ നമ്മളുടെ ഇടയിൽ ഇത് ഒരു അനുഗ്രഹമായി, ഇത്തരത്തിൽ ഇമോഷണൽ നംബ്നെസ് ബാധിക്കുന്നത് ഒരു അനുഗ്രഹമായി കാണുന്ന ഒരു കൂട്ടം ആളുകൾ കൂടി ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്കിപ്പോൾ പഴയതുപോലെ ആരോടും അങ്ങനെ ദേഷ്യമൊന്നും തോന്നാറില്ല, സങ്കടം തോന്നാറില്ല, നിരാശ തോന്നാറില്ല, പണ്ടൊക്കെ ഞാൻ ചെറിയ കാര്യങ്ങൾ പൊട്ടിത്തെറിച്ചിരുന്നു, ഇപ്പോൾ എനിക്ക് അങ്ങനെ ആരോടും പൊട്ടിത്തെറിക്കാൻ തോന്നാറില്ല, എനിക്കിപ്പോൾ എന്തെന്നില്ലാത്ത വല്ലാത്ത സമാധാനം തോന്നുന്നുണ്ട്, ഞാനിപ്പോൾ വളരെ ഓക്കെ ആണ് എന്നൊക്കെ. പക്ഷെ അത് പൂർണ്ണമായും ശരിയായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയുന്ന ആളുകളുടെ ഉള്ളിൽ പോസിറ്റീവായ ഒരു മാറ്റം സംഭവിച്ചതുകൊണ്ട് ഇത്തരത്തിൽ അനുഭവപ്പെടുന്നതായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അത് ഈ മനസ്സ് മരവിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ നംബ്നെസ് എന്ന് പറയുന്ന ഗുരുതരമായ ഒരു രോഗാവസ്ഥയുടെ ആരംഭമായിരിക്കാം. മോഡേൺ സൈക്കോളജി പറയുന്നത് നമ്മുടെ മനസ്സ് അഥവാ നമ്മളുടെ മനസ്സമാധാനം എന്ന് പറയുന്നത് ജീവനുള്ള അല്ലെങ്കിൽ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അതിൽ സന്തോഷവും സങ്കടവും ദേഷ്യവും നിരാശയും സ്നേഹവും അങ്ങനെ എല്ലാം ഉണ്ടാവും. ഇതെല്ലാം സമ്മിശ്രമായി ചേർന്നതാണ് നമ്മളുടെ മനസ്സ് എന്നുള്ളതാണ്. ഈ എല്ലാ അവസ്ഥകളെയും ബാലൻസ് ചെയ്ത് സ്വയം നിയന്ത്രണത്തിലാക്കി കൊണ്ടുപോകുന്നതാണ് യഥാർത്ഥ മനോനിയന്ത്രണം എന്നതാണ് വസ്തുത. അതാണ് ആരോഗ്യമുള്ള ഒരാളുടെ മനസ്സിൻ്റെ ലക്ഷണം. അതിനു പകരം എനിക്കിപ്പോൾ യാതൊരു വൈകാരികതയുമില്ല, ഒരു വികാരവും തോന്നുന്നില്ല എന്ന് പറയുന്നത് ഒരുതരം മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്നും വരാം. നമ്മളുടെ മനസ്സ് മരവിച്ചു കഴിഞ്ഞു അഥവാ മരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിനർത്ഥം. അല്ലാതെ അതിനെ ഒരു നല്ല കാര്യമായി ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എല്ലായ്പ്പോഴും. ഇനി ഈ ഇമോഷണൽ നംബ്നെസ് എന്ന് പറയുന്ന പ്രത്യേക മാനസികാവസ്ഥ വരുന്നതിൻ്റെ കാരണങ്ങളെപ്പറ്റിയും അതിൻ്റെ പരിഹാരത്തെപ്പറ്റിയും സംസാരിക്കാം. ഇത് പിടിപെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും വളരെ ചെറിയ ചില കാര്യങ്ങളെപ്പറ്റി മാത്രം ഞാൻ പറഞ്ഞു തരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില ആഘാതങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അത് നമ്മളുടെ മനസ്സിന് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ, അത് നമ്മളുടെ മനസ്സിന് താങ്ങാൻ പറ്റില്ല എന്ന് നമ്മുടെ മനസ്സും തലച്ചോറും മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, സ്വയം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മളുടെ മനസ്സെടുക്കുന്ന ഒരു മുൻകരുതലാണ് ഇമോഷണൽ നംബ്നെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നീണ്ടു നിൽക്കുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ക്രോണിക് സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ ഓവർലോഡ് ആവുകയും അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ എല്ലാ ഫീലിങ്സിനെയും നമ്മളുടെ മനസ്സ് കട്ട് ചെയ്ത് കളയും എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനെയാണ് ഡിപ്രഷൻ സ്റ്റേജ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, നമ്മളുടെ ഉള്ളിലെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഒക്കെ മൂലം നമ്മളുടെ ബ്രെയിൻ അഥവാ മനസ്സ് ഓവർലോഡ് ആവുകയും വളരെ ക്ഷീണിക്കുകയും സ്ട്രെസ് താങ്ങാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലെ നംബ് മോഡ് ആക്റ്റീവ് ആകും എന്നുള്ളതാണ്. നാലാമതായി, ചില തരം സൈക്യാട്രിക് മെഡിസിൻസ്
ആൻറ്റി ഡിപ്രസൻ്റ് മെഡിസിൻസും ഒക്കെ ഡോക്ടർ നിർദ്ദേശപ്രകാരമല്ലാതെ ഡോക്ടർ നിർദ്ദേശിക്കപ്പെട്ട അളവിലോ ദൈർഘ്യത്തിലോ അല്ലാതെ കഴിക്കുന്നത് ഇത്തരത്തിൽ ഇമോഷണൽ നംബ്നെസ് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ദീർഘകാലം ഇത്തരത്തിലുള്ള മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഇമോഷൻസ് ഫ്ലാറ്റൻ ചെയ്യാൻ അഥവാ മരവിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇത്രയുമൊക്കെയാണ് ഇമോഷൻ നംബ്നെസ് നമുക്ക് പിടിപെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ച് ഈ ഇമോഷണൽ നംബ്നെസ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമായിട്ട് മാത്രം കാണേണ്ട ഒന്നല്ല കേട്ടോ. ചില സമയത്ത് അത് നമ്മളുടെ മനസ്സിൻ്റെ ഡിഫൻസ് മെക്കാനിസം കൂടിയാണ്. എന്ന് വെച്ച് അതിനെ അധികം തുടരാൻ അനുവദിക്കുന്നത് നല്ലതല്ല എന്നതാണ്. ഇനി ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തൊക്കെയാണ് മാർഗം എന്നതിനെ പറ്റി പരിശോധിക്കാം. ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. വിവിധങ്ങളായ മാനസിക സംഘർഷങ്ങൾ, വിഷാദം അഥവാ ഡിപ്രഷൻ, നമ്മളുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള പഴയകാല മോശം അനുഭവങ്ങൾ അഥവാ ട്രോമകൾ എന്നിവയൊക്കെ ഇതിന് കാരണമായേക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ഒക്കെ അപ്രതീക്ഷിതമായ വേർപാട്, മരണം ഒക്കെ ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി വരാറുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഏതാണ് ഇമോഷണൽ നംബ്നെസ് നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ബാധിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയതിന് ശേഷം ആദ്യമായി തന്നെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക എന്നുള്ളതാണ്. ശരിയാണ്, എനിക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വലിയ പൊട്ടിത്തെറിയിൽ നിന്നോ തകർച്ചയിൽ നിന്നോ എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി എൻ്റെ മനസ്സ് എടുത്തിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് എന്ന് മനസ്സിലാക്കി ഇത് ശാശ്വതമല്ലാന്നും ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടെന്നും എനിക്കതിന് സാധിക്കുമെന്നും സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം നമ്മളുടെ ശരീരം ചലിപ്പിച്ച് അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സസൈസുകളിൽ ഏർപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നടത്തം, യോഗ, ഡാൻസിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ഉള്ളിലെ ഹാപ്പി ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിലൂടെ ഇതിൽ നിന്ന് മെല്ലെ മെല്ലെ പുറത്തു കിടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാലാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സെൻസറി ഉത്തേജനം കൊടുക്കുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക, ഐസ് ക്യൂബ് കയ്യിൽ പിടിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളെ പ്രസന്റ് മൂവ്മെന്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അഞ്ചാമതായി മറ്റൊന്ന്, നിങ്ങൾ വീടിന് പുറത്തിറങ്ങി നടക്കുന്നതും പ്രകൃതിയുമായി കൂടുതൽ സമയം ചെലവിടുന്നതും നിങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് വളരെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും എന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ ചെടികൾ നനയ്ക്കുന്നത്, വളർത്തു മൃഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ഇമോഷൻസിനെ ഉണർത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും ഒന്നിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്തിട്ടും ഈ വൈകാരിക മരവിപ്പ്, മാനസിക മരവിപ്പ് മാറുന്നില്ല എങ്കിൽ, വീണ്ടും അത് നീണ്ടു നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ അതുപോലെയുള്ള ഒരു ഹീലറുടെ പോലെയുള്ള വിദഗ്ധ ഉപദേശം സ്വീകരിക്കുകയും അവരുടെ അടുത്ത് സഹായം അഭ്യർത്ഥിക്കുകയും നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ സംസാരിച്ച വിഷയം, ചർച്ച ചെയ്ത വിഷയം എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റാളുകൾ കൂടി ഉപകാരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണും വരെ എല്ലാവർക്കും എല്ലാവിധ വിജയ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.